വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് നെസ്റ്റോ വിട്ടിട്ട് ഞങ്ങൾ നമ്മളെ ലുലു ഇല്ലേ ധനമാളിൽ അവിടെ പോവാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അധികം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പായിരിക്കും. ഇപ്പം തന്നെ നല്ല തണുപ്പാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഫുൾ ഷോപ്പിംഗ് വീഡിയോസ് മാത്രമാണല്ലോ എന്ന്. ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്കും കൃഷുവിനും സുഖമില്ല, ഞങ്ങൾക്ക് കോൾഡും കഫൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നത്തിലാണ്. സുഖമായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വേറെ എങ്ങോട്ടും പോവാത്തത്. ഇനിയിപ്പോൾ അതൊക്കെ റെഡിയായിട്ട് വേണം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോയി ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മളൊരു കുഞ്ഞി ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ റെഡിയായിട്ട് പോവുകയാണ്. പിന്നെ ഇവിടുത്തെ കാര്യം പറയണ്ടല്ലോ, നല്ല തണുപ്പാണ്. നല്ല എനിക്ക് അൺസഹിക്കബിളാണ് കേട്ടോ. അപ്പോൾ അത്രയും തണുപ്പാണ്. ഇവിടുത്തെ തണുപ്പ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പുറത്തേക്കൊക്കെ പോയാൽ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തി. ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ 4 വർഷത്തിൻ്റെ മുന്നെയാണ് പിന്നെ ബഹറിലുണ്ടായിരുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു സമയത്താണ് കേട്ടോ, 2020 അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു വരാറ്. ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷമാണ് പിന്നെയും ഞാനിതാ ഈ ഒരു മാളിൽ വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ട്രോളിയൊക്കെ എടുത്തിട്ട് ലുലുവിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഫുള്ള് ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു അവിടെ നിന്ന്. അതിനിടയ്ക്ക് കൃഷു അവന് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് വലിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഷോപ്പിങ്ങിന് കൊണ്ടുവന്നാൽ ഇതാണ് അവസ്ഥ. അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവൻ തന്നെ സെലക്ട് ചെയ്തെടുത്തോളും. പിന്നെ കുറച്ച് പഴമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ ഇത് എനിക്ക് ഭയങ്കര എന്താ പറയുക, അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ ഇങ്ങനെ ഇടുന്നത്. പിന്നെ ഇതാ കണ്ടില്ലേ, അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. കുറേ ക്രിസ്മസ് ട്രീസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നിങ്ങളതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ കൃഷുവിനെ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഇങ്ങോട്ടേക്ക്. ഇത് ഒരു ടോയ് സെക്ഷനാണ് ലുലു മാളിലുള്ളത്. അപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ അവൻ്റെ കാര്യം പറയണ്ടല്ലോ, കൃഷുവിൻ്റെ കൺട്രോള് പോയി. പിന്നെ അവൻ അവിടെ ഇരുന്നിട്ട് അവന് വേണ്ട കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ആ കാറൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു വിധത്തിലാണ് താഴേക്ക് എടുത്തിട്ട് വന്നത്. ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ഒരു ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ എടുത്തിട്ട് വന്നു. പിന്നെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി അങ്ങോട്ട് നടക്കുകയാണ്. ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഞങ്ങളുടെ വീട് വരുന്നത്. പിന്നെ ഇതാ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. കയ്യോടെ അപ്പം തന്നെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടക്കും. കൃഷുവും നിവേട്ടനും കൂടെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ചു അപ്പം തന്നെ എല്ലാം എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കാമെന്ന്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് മടിയായിരിക്കും, അത് അവിടെ അങ്ങനെ കിടന്നേക്കും. ഞാനിതൊക്കെ എടുത്ത് വെച്ച് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പുറത്തുനിന്ന് ആണ് ഉച്ചയ്ക്ക് ഫുഡ് വാങ്ങിച്ചത്. ഞാൻ പോകുന്ന മുന്നേ പറഞ്ഞതാണ് കേട്ടോ, വൈകുന്നേരം പോവാൻ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്, എന്നാൽ പിന്നെ ആ പണിയില്ലല്ലോ എന്ന്. പക്ഷേങ്കിൽ എന്നെ സമ്മതിച്ചേ ഇല്ല, നമുക്ക് വന്നിട്ടുണ്ടാക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വന്ന് തിരിച്ചെത്തിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അതാണ് പിന്നെ ഫുഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞത്.
അങ്ങനെ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം. ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഉറക്ക് പതിവാണല്ലോ. അപ്പോൾ ഈ ഒരു കുഞ്ഞി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വെറൈറ്റി വീഡിയോസൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറൊരു വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ.